73 വയസ്സുള്ള ഒരു പിതാവ് ഹോസ്പിറ്റലില് ഡോക്ടറിന്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാൻ പോവുക. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് നോക്കി ജനലിൽ നോക്കുമ്പോൾ ഉണ്ട് അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക, എവിടെയോ പോകാൻ ധൃതി പിടിക്കുന്നത് പോലെ. രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ ആ ഡോക്ടർ അപ്പച്ചനെ പെട്ടെന്ന് വിളിച്ചു, അപ്പച്ചൻ പെട്ടെന്ന് വാ. അപ്പച്ചൻ അടുത്തൊന്ന് ചോദിച്ചു, എവിടെയോ പോകാൻ ധൃതി പിടിക്കുന്നുണ്ടല്ലോ, എവിടെ പോകാനാ? അത് ഞാൻ ചെന്നിട്ട് വേണം എന്റെ വൈഫിന് ചോറെടുത്തു കൊടുക്കാൻ. അവരാരും ഇല്ലേ? എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തു കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അതെന്ത് പറ്റി? ഭാര്യയ്ക്ക് 23 വർഷമായിട്ട് എന്നെ അറിയത്തില്ല. ഡോക്ടറിന് ആശ്ചര്യമായി. 23 വർഷമായിട്ട് എന്റെ പേരറിയത്തില്ല, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അറിയത്തില്ല. ആ ഡോക്ടർ ചോദിച്ചു, എന്നാ പിന്നെ എവിടെയെങ്കിലും വൃദ്ധസദനത്തിലാക്കരുതോ? എന്നെ എപ്പോഴും ഉപദ്രവിക്കും, എന്നാലും ഞാൻ കഞ്ഞി കോരി കുടിക്കുമ്പോൾ സ്നേഹത്തോട് ചിരിച്ചുകൊണ്ട് കഴിക്കും. ആരാന്നറിയത്തില്ല, കഴിക്കും. അപ്പച്ചനെ അറിയാത്ത അമ്മച്ചിയെ എവിടെയെങ്കിലും വൃദ്ധസദനത്തിൽ എവിടെയെങ്കിലും വിടരുതോ എന്ന് ചോദിച്ച പറയാ, ആ സാറ് പറഞ്ഞ വാക്ക് ഡോക്ടറിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. 23 വർഷമായിട്ട് അവക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, പക്ഷേ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും സന്തോഷത്തിലും സന്താപത്തിലും ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയിലും നിന്നെ വിശ്വസിച്ച് നിന്നെ ചേർത്ത് പിടിച്ചുകൊള്ളാമെന്ന് ഞാൻ ഉടമ്പടി ചെയ്തത് 23 വർഷമായിട്ട് എന്നെ അറിയത്തില്ലേലും എനിക്കറിയാം അതെന്റെ ഭാര്യയാണെന്ന്. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം എനിക്കപ്പെട്ട ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കമ്പാഷൻ ഓഫ് മിനിസ്ട്രിയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു. എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിൽ ബഹുമാനായ ബിനുപാസ്കായ് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്കായ് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒത്തിരി സീനിയറായിട്ടുള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ആമെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരണത്തോടെ ആമെ വന്ദനം ചെയ്യുന്നു. മാതാപിതാക്കളെ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് കർത്താവിന്റെ ദാസൻ സുവിൻ മാത്യു പാസ്റ്റർ. 14 വർഷത്തോളം അധികമായി ഞാനും കർത്താവിന്റെ ദാസനുമായിട്ടുള്ള പരിചയമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ വിവിധ സബ്ജക്റ്റുകൾ ഞാൻ ആ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബജീവിതം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് എല്ലാ തിങ്കളും ചൊവ്വയും ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കർത്താവിന്റെ ദാസനുമായിട്ട് പ്രിയ ബിനുപാസ്റ്ററുമായിട്ട് പരിചയപ്പെടാനിടയായത്. എന്നെ സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് വിളിച്ചതിന് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് റെജി തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് കൊടുമൺ എന്ന സ്ഥലത്താണ്. ഞാനൊരു സിറിയൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, അതിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ടു. മാതാവും പിതാവും 3 സഹോദരങ്ങളും അടങ്ങിയതാണ് കുടുംബം. 2020 ഒരു BP പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 2020 ഡിസംബർ 28 മമ്മി ഇപ്പോ അനുജന്റെ കൂടെ നാട്ടിലുണ്ട്. ഞങ്ങൾ 3 പേരും കുടുംബസ്ഥരാണ്. ജ്യേഷ്ഠന്റെ പേര് റോയി, ഒരു ബോംബെയിൽ ഫാമിലി ആയിട്ടായിരിക്കുന്നു. ഒരു വിശ്വാസത്തിൽ വന്നിട്ടില്ല. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ അനുജന് അജി മമ്മിയുടെ കൂടെ ഇപ്പൊ നാട്ടിലുണ്ട്. അവൻ കുടുംബസ്ഥനാണ്. എൻ്റെ വൈഫിന്റെ പേര് സിബി. 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായിട്ട് വന്നു. മൂത്ത മകൾ ഫേബ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ ഷേബ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ മകള് അബിയ UKG പഠിക്കുക. ആമേൻ. പ്രീസ് ദി ലോർഡ്. കർത്താവിന്റെ
വേലയോടുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ കേരളത്തിലായിരുന്നു, പല സഭകളിൽ ശുശ്രൂഷിച്ചു. അതിനുശേഷം ലാസ്റ്റിൽ അഷ്ടമുടി സഭയിലായിരുന്നു. അവിടെ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരുന്ന സമയത്ത് മാന്യമായി ജീവിക്കാനുള്ള സകല ചുറ്റുപാടും ആ സഭ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കാൻ ആവശ്യമായ എല്ലാ ഭൗതിക സാധാരണ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. വാഹനങ്ങളും സാലറിയും അത്യാവശ്യം 10-70 വിശ്വാസികളും ചർച്ചും പാഴ്സണേജും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരുന്ന സമയത്ത് ഒരു ബ്രാക്കറ്റ് പീരീഡ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ ഒരു നിയോഗം കിട്ടിയനുസരിച്ച് അവിടെ പോയി 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയ കുഞ്ഞിന് 1.25 വയസ്സുണ്ടായിരുന്ന സമയത്താണ് ഈ ഭൂമിയിലെ സമ്പാദിക്കാൻ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം, സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ ദൈവം വിളിച്ചപ്പോൾ പിന്നൊന്നും ചോദിച്ചില്ല. കുഞ്ഞുങ്ങളുടെ ഭാവിയോ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് 2 വെട്ടി തുണിയും 3 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ട്രെയിൻ കയറി നോർത്ത് ഇന്ത്യയിൽ പോയി. ഒരു പ്രെയർ ഫെലോഷിപ്പിലുള്ള ബന്ധത്തില് ഒരു 3-4 ഫാമിലി ഉള്ള ഒരു പ്രെയർ, അതിനുള്ള ബന്ധത്തിലാണ് അവിടെ പോയത്. അവിടെ പോയി ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു പാഴ്സണേജ് പണിതു. കുറച്ച് വിശ്വാസികൾ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി. ഒരു യൂത്തിന്റെ മീറ്റിങ്ങിന് സിയുടെ ചാർജിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് യൂത്തിന്റെ ഒരു മീറ്റിംഗ് തുടങ്ങാനിടയായി, ഒരു ക്യാമ്പ്. അതിലൂടെ ഒത്തിരി പേര് രക്ഷിക്കപ്പെടാനിടയായി. കുറച്ചുപേർ ബൈബിൾ കോളേജിൽ പോകാൻ, വചനം പഠിക്കാനൊക്കെ ഇടയായി. അതൊക്കെ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഒരു പുതിയ പ്രവർത്തനം എടുക്കാനൊരു നിയോഗം പോലെ തന്നു. തുടക്കം മുതലേ കുഞ്ഞുങ്ങൾക്ക് കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല പ്രാവശ്യം മരണത്തെ മുഖാമുഖമായി കണ്ടു. അലർജി പോലുള്ള പ്രയാസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വന്നു. അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അന്ന് തൊട്ട് 3 കുഞ്ഞുങ്ങളും മാറി മാറി ആശുപത്രിയിലായി, ശ്വാസം മുട്ടും പ്രയാസമൊക്കെ ആയി. എന്നാൽ ദൈവം നിർത്തി പരിപാലിച്ചു. ഒരു നിയോഗത്തോടെ ആ 3-4 വർഷം അവിടെ ആയിരുന്നത് ദൈവത്തിന്റെ വിശ്വസ്തയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും കാണാനിടയായി. ആമേൻ. ഒരു 10-20 പേരോളം കൂടി വരുന്ന ഒരു കൂടിവരവ് അവിടെ തുടങ്ങി. അത് വേറൊരു ദിവാസൻ അവിടെ ഇപ്പോ കർത്താവിന്റെ വേലയിലായിരുന്നു. പ്രാർത്ഥനയോടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, മൂത്ത കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പല പ്രാവശ്യം ഹോസ്പിറ്റലായതുകൊണ്ട് അവളുടെ ബോർഡ് എക്സാമിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഹാജരുകൾ ഒത്തിരി നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ, കാരണം 4 ഡിഗ്രി 5 ഡിഗ്രി തണുപ്പുള്ള സമയം. ഹിമാചൽ, ജമ്മു കാശ്മീരിൽ മഞ്ഞ് വീഴുമ്പോൾ പഞ്ചാബും തണുത്ത് പറയ്ക്കും. 45-50 ഡിഗ്രി ചൂടില് തണുത്ത് പറയ്ക്കുന്ന അന്തരീക്ഷത്തിലും, ഡിസംബറിൽ തണുത്ത് പറയ്ക്കുന്ന അന്തരീക്ഷത്തിലും കുഞ്ഞുങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും വൈഫിനും കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും അല്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവ നിയോഗത്തിൽ തന്നെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ കർത്താവ് അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ കർത്താവിന്റെ നിയോഗത്തിൽ വലിയ ദൈവപ്രവൃത്തി കാണാനിടയായി. ഒത്തിരി പേർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കാണാനിടയായി. ആമേൻ. പ്രൈസ് ലോർഡ്. ഞാൻ നാട്ടിലോട്ട് വന്നിട്ട് 1.5-2 മാസമേ ആയുള്ളൂ. ആമേൻ. പ്രൈസ് ലോർഡ്. ഇവിടെ വന്നു. അസംബ്ലീസ് ബോർഡിലോട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ലെറ്റർ എഴുതി കൊടുത്തതിനനുസരിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നെ ചേലക്കരയിൽ, തൃശ്ശൂരിൽ കുന്നംകുളം സെക്ഷനിൽ സഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. സെക്ഷന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ചുമതല ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. അതോടൊപ്പം തന്നെ കർത്താവ് തന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് എന്നെക്കുറിച്ചുള്ള ഏകദേശ സാക്ഷ്യം. ദൈവം ഇതുവരെ നടത്തി. ഇവിടുത്തെ പ്രവർത്തനം 10-40 വർഷത്തിലധികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ദൈവം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ സമയത്തും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. 40 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിനകത്ത് ഇനി അടുത്ത ആത്മഭാരത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ആത്മഭാരത്തിൽ ഒരു പുതിയ പ്രവർത്തനമാണ് പലപ്പോഴും നമ്മൾ എടുക്കാറുള്ളത്. 40-44 വർഷമായിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. പ്രൈസ് ലോർഡ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചാർജ് എടുത്തപ്പോൾ ദൈവനിയോഗം തെറ്റിയില്ല എന്ന് എനിക്ക് മനസ്സിലായി.
കാരണം ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്നു. 18-20 വർഷത്തിലധികമായി മൂന്നാമത്തെ നിലയിലാണ് ആരാധന നടക്കുന്നത്. ഇവിടെ എതിർപ്പുകളുടെ മധ്യത്തിൽ ആലയമില്ല, ഫ്രീ ആയിട്ടൊരു ആരാധന ആലയം പോലും, വാടക വീട് പോലും കിട്ടാത്ത ഒരു സാഹചര്യം. എന്നാൽ തന്നെ പെന്തക്കോസ്ത് ഉപദേശങ്ങളുണ്ട്, രീതികളുണ്ട്, ആരാധനകളുണ്ട്. ഒത്തിരി പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവമക്കൾക്ക് പോലും മൂന്നാമത്തെ നിലയിൽ വന്ന് കയറാൻ പറ്റത്തില്ല. ചർച്ചും പാഴ്സനേജും വാടകയ്ക്കാണ്. അന്നേരം എനിക്ക് മനസ്സിലായി, ഒരു ദൗത്യത്തോടെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചു. 7 days ഫാസ്റ്റിംഗ് ഇരുന്നു, പ്രാർത്ഥിച്ചു, സഭയായിട്ടിരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒത്തിരി സ്ഥലങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും ദൈവസ്ഥിതി പ്രാർത്ഥി വിശ്വാസത്തോടെ ഇറങ്ങി ഒരു വീട് കണ്ടു. ആരാധനാലയത്തിനും പാഴ്സനേജും താമസിക്കാൻ പറ്റുന്ന ഒരു വീട് കണ്ടു. അത് കണ്ട് ഇഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചു, സഭയായിട്ട് പോയി ഞങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഡിപ്പോസിറ്റ് കൊടുത്തു. ആ സ്ഥലത്ത് ഫ്രീ ആയിട്ട് പോയി ഇന്ന് പ്രാർത്ഥിച്ചു. അതിന് ടോക്കൺ തുടങ്ങി, കുറച്ച് ഫണ്ട് കളക്ഷൻ തുടങ്ങി, ഒരു വിശ്വാസത്തിൽ തുടങ്ങി. 10 ലക്ഷം രൂപയ്ക്കകത്ത് ഡിപ്പോസിറ്റ് കയറി വന്നു. 48-50 ലക്ഷത്തോളം രൂപയാവും. ഇച്ചിരി താമസിച്ചാലും ദൈവം അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 44 വർഷത്തെ ചരിത്രം മാറണമെങ്കിൽ ആരെങ്കിലും ഒരാൾ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. ഒരാമൻ പറയാൻ പറ്റുമോ? ക്രിസ്തീയ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അവിടെ എല്ലാം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. യാഥാർത്ഥ്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വരെ നടത്തി ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ശുശ്രൂഷയുടെ ഇടയിൽ ദൈവം തരുന്ന സമയത്തില് അനുഭവങ്ങളുടെ പങ്കുവെക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ദേശത്ത് ഞങ്ങള് നേരത്തെ വെള്ളിയാഴ്ച ഞായറാഴ്ച ഉണ്ടായിരുന്ന പ്രാർത്ഥന ഒന്ന് ചേഞ്ച് ചെയ്തു. എല്ലാ മാസത്തിലും 2 വെള്ളിയാഴ്ച വീതം 10 മണി തൊട്ട് 12 വരെ നൈറ്റ് പ്രെയർ തുടങ്ങി. എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് ഓൺലൈൻ പ്രെയർ തുടങ്ങി. വെള്ളിയാഴ്ചത്തെ പകലത്തെ പ്രാർത്ഥനയുണ്ട്. സുവിശേഷീകരണം അത്യാവശ്യമായതുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ആമേൻ. നമുക്കൊരു പരസ്യയോഗത്തിന്റെ ഒരു ബോക്സ് വേണമായിരുന്നു, പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച ആ ഒരു പ്രേരണ ദൈവം തന്നു. വെള്ളിയാഴ്ച സഭയിൽ പ്രാർത്ഥിച്ചു. ശനിയാഴ്ച രാവിലെ ബോക്സ് വീട്ടിലെത്തി. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങള് അതിനകത്ത് പരസ്യയോഗം നടത്തി. വരുന്ന ഞായറാഴ്ച ശനിയാഴ്ച ദൈവം അനുവദിച്ച വീടും പരസ്യയോഗം ക്രമീകരിച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ മീറ്റിംഗ് ലീഡ് ചെയ്ത് ദൈവദാസൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കൊടുത്തിരിക്കുന്ന ആത്മഭാരത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇടയൻ പ്രസവിക്കാറില്ല, ആടുകളാണ് പ്രസവിക്കാറുള്ളത്. ആ ആട് പ്രസവിച്ചതിനെ കുട്ടികളെ പരിപാലിക്കുന്ന പരിപാലന വരവാണ് ഇടയ ശുശ്രൂഷ. എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെ ആടുകൾ പ്രസവിക്കാതെ ഇടയന്മാർ ഒത്തിരി പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇതുപോലുള്ള ശുശ്രൂഷകളിൽ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒരു ദൗത്യത്തിന് വേണ്ടി അവരെ ഇറക്കാൻ, പ്രായത്തോടെ പക്വതയോടെ ആത്മമണ്ഡലത്തിൽ ദൈവകൃപയിൽ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ആത്മാക്കളെ നേടിയെടുക്കാൻ ആ ദൗത്യത്തിന് വേണ്ടി ചുമല് കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം ഈ ഒരു ദൗത്യം തന്നല്ലോ. കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ച സമയത്ത് ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വലിയ ദൈവകൃപയിൽ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് നിയോഗം തന്ന ഒരു വചനം വായിച്ചിട്ട് അനുഭവങ്ങളും ദൈവം തന്ന ദൂതുകളും പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം
അതിൽ 23-ാം അധ്യായം 61, 62 വാക്യം വായിക്കുന്നു. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേൾക്കപ്പെട്ടത്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് ശിമോൻ പത്രോസിനെ ഒന്ന് നോക്കി. യേശു പല പ്രാവശ്യം ശിമോനെ നോക്കിയിട്ടുണ്ട്, പല പ്രാവശ്യം പല സിറ്റുവേഷനിൽ യേശുവും ശിമോന്റെയും നോട്ടം തമ്മിൽ ഉടക്കിയിട്ടുണ്ട്. ഉടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുത മനോഭാവമല്ല. ആ നോട്ടത്തിൽ തമ്മിൽ എന്തും ചെയ്യാൻ തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഒരു ശിഷ്യൻ, ആജ്ഞാപിക്കുന്ന ഗുരു, ആ ഒരു തീരുമാനത്തോടെ നിൽക്കുന്ന അന്തരീക്ഷം. ശിമോന്റെ ശൂന്യമായി കിടക്കുന്ന പടക് വല കണ്ടിട്ട് പടക് വിട്ടുതരാൻ യേശു ശിമോനെ നോക്കിയപ്പോൾ പടക് വിട്ടുകൊടുത്തു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു എന്ന് സാക്ഷ്യം പറഞ്ഞ സമയത്ത് യേശു ഒന്ന് നോക്കി, ഭാഗ്യവാൻ, ഒരു അപ്രിസിയേഷൻ കൊടുത്തു. അഭിനന്ദനം, ഭാഗ്യവാൻ, ഈ ബ്ലെസ്സഡ് മാൻ, അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ശൂന്യത വന്നപ്പോൾ യേശു നോക്കി, തന്നെ ഉയർത്തി പറഞ്ഞപ്പോൾ യേശു നോക്കി. നമുക്കിവിടെ ഇരിക്കാം, 3 കുടിലുണ്ടാക്കാം. യേശു ശിമോനെ ഒന്ന് നോക്കി കാണും. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവുമായി, രൂപാന്തരപ്പെട്ട ഒരു ശരീരവുമായി നിന്ന യേശു ആ തേജസ്സിലേക്ക് ശിവനെ നടിപ്പിക്കാൻ യേശു ഒന്ന് നോക്കി. യായിറോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനുണ്ട്. എല്ലാവരും പുറത്താക്കിയപ്പോൾ ശിമോനെ ഒന്ന് നോക്കി കാണും. ശിമോൻ പറഞ്ഞു, ഞങ്ങളുണ്ട് കൂടെ, ഒരു വിടുതൽ കാണാൻ. ബാലേ എഴുന്നേക്ക എന്ന് പറഞ്ഞ് ചിലരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശിമോനെ നോക്കി. ആ സമയത്ത് ശിമോന് സന്തോഷമാണ്. ശിമോൻ പത്രോസ് ഭയങ്കര സന്തോഷമാണ്. യേശു നോക്കിയ സമയം മുഴുവനും, യേശു ഇടപെട്ട സമയം മുഴുവനും ഒന്ന് പടകിലെ ശൂന്യത മാറി സന്തോഷത്തിലേക്ക് വന്നു. കർത്താവെ, പാപിയായ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ പുറകെ പോയ ഒരു ശിമോൻ പത്രോസ് മറുമലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ ആ തേജസ്സിന്റെ അടുത്ത് യേശുവിനെ ആ കുടിലിനകത്ത് പിടിച്ചിരുത്തി ആ തേജസ്സിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ശിമോൻ പത്രോസ്. ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര ഇത് വെളിപ്പെടുത്തി തന്നത്, പിതാവിന്റെ വെളിപ്പാട് പ്രാപിച്ചത്, നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ ശിമോനത്തിന് സന്തോഷമായി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശിമോൻ പത്രോസിനെ ചേർത്ത് പിടിക്കാൻ, കൈപിടിച്ച് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ, അപ്പം വിളമ്പാൻ, കടലിന്മേൽ നടന്ന് അടുത്തു വന്നപ്പോൾ എല്ലാ മേഖലയിലും ആ സമയത്തും യേശുവിനെ നോക്കി. കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുന്ന സമയത്ത് യേശുവിനെ നോക്കി, കൈപിടിച്ച് പടകിനകത്ത് കൊണ്ടുപോയി. ജീവിതത്തിൽ ഒത്തിരി അനുഭവമുള്ള ശിമോൻ പത്രോസ് യേശു നേരെ നോക്കിയതിന് പകരം യേശു ഇപ്പൊ തിരിഞ്ഞു നോക്കുക.
ഒന്ന് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ 3 കാരണങ്ങൾ കൊണ്ട് തിരിഞ്ഞു നോക്കാം. ഒന്ന്, പുറകിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കും. കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ നല്ലൊരു കാര്യത്തിന് മുന്നോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും പുറകിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നത്, അല്ലേ? ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ അതിന് വഴക്കം ഉണ്ടാകാറുണ്ട്. പക്വതയും പ്രായത്തിനനുസരിച്ച് പക്വതയും തീരുമാനമൊന്നും ഇല്ലാതെ ആത്മീയ അന്തരീക്ഷം ഇല്ലാത്ത കുടുംബങ്ങളിൽ പറയാറുണ്ട്, നല്ലൊരു കാര്യത്തിന് പോകുമ്പോഴാണ് പുറകെ തിരിഞ്ഞു വിളിക്കുന്നതിനുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കാം. 2, പെട്ടെന്ന് ഒരാൾ വിളിക്കുന്ന അൺഅക്സെപ്റ്റഡ് ആയിട്ടൊരു വിഷയം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു സഹായത്തിന് വേണ്ടി മുന്നോട്ട് വഴി നടക്കാൻ പറ്റത്തില്ല, ആ സമയത്ത് ഒരു സഹായത്തിന് വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇതൊന്നും അല്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ. ശബ്ദം അറിയാം, വ്യക്തി അറിയാം, സാഹചര്യം അറിയാം. കൂടെ നടന്ന ശിമോൻ പത്രോസ് 3.5 വർഷം തന്നെ അറിയാം 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 അറിയാമെന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ചങ്കു പൊട്ടിയിട്ട് ആ പറഞ്ഞ വ്യക്തി ഒന്ന് നോക്കി. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉള്ളു പടയുന്ന ഒരു സമയം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വൃദ്ധസദനമുണ്ട്. ഇപ്പൊ ചേലക്കര ഓൾഡ് ഏജ് ഹോമുണ്ട്. 19 അപ്പച്ചന്മാരും അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ കടന്നുപോയെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ടും സെക്ഷനായിട്ടൊരു ക്രമീകരണം വെച്ചു. ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നല്ലതാണ്. കാരണം ഈ നമ്മുടെ ഹെഡ് വെയിറ്റും നമ്മുടെ അഹങ്കാരവും ഇതെല്ലാം ഒന്ന് മാറി ശരിക്കൊരു മനുഷ്യനാകാൻ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നല്ലതാണ്. അത് ഞാൻ കടന്നു വന്നവർക്കെല്ലാം ഒരു ചേഞ്ചായി. കാരണം പലർക്കും അവരുടെ പേരറിയത്തില്ല, അതാ യാഥാർത്ഥ്യം. തൊട്ടടുത്ത് ഭർത്താവ് ഇരിപ്പുണ്ട്, അവരുടെ പേരറിയത്തില്ല, ഓർമ്മയില്ല, മറവിയാ. അവർക്ക് അസുഖം എന്താണെന്ന് അറിയത്തില്ല, മെന്റൽ ഡിപ്രഷനാ. കണ്ണുനീരോടാ ഞങ്ങൾ ചോറ് വിളമ്പിയത്. ഞാൻ ആ ട്രസ്റ്റ്, ആ സൊസൈറ്റി ഓർത്ത് സ്തോത്രം ചെയ്തു. കാരണം ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ, അതിനായി സ്തോത്രം. ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ ആവശ്യം. എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഭക്ഷണം കളയാറില്ല. കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറയും. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയും, എടുക്കേണ്ട ഭക്ഷണം, കഴിക്കേണ്ട ഭക്ഷണം എടുക്കാവൂ, എടുത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. എന്റെ പോളിസി അതാ. കാരണം ഞാൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലൂടെ വളർന്നു വന്നത്. ശ്രീലങ്കയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും നല്ലൊരു ഭവനമോ നല്ലൊരു ഡ്രസ്സിങ് സംവിധാനമോ നല്ലൊരു ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഉറപ്പിക്കാൻ ഒരു കാരണം, എൻ്റെ പപ്പ ഒരു മാനസിക രോഗിയായിരുന്നു. തുവിയൂർ മടത്തിൽ ഹോസ്പിറ്റലിൽ 6 ഇലക്ട്രിക് ഷോക്ക് അടിപ്പിച്ചിട്ട് ഡോക്ടർമാർ കൈവിട്ടതാ. എൻ്റെ മുമ്പിലിരുന്ന് ആരാണെന്ന് ചോദിക്കുന്ന അപ്പനെ കണ്ടാ വളർന്നത്. മക്കളടുത്ത് നിൽക്കുമ്പോൾ അപ്പൻ ചോദിക്കുക, നീ ആരാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതാ ഉള്ളു പടയുന്നേ. എന്നിട്ടും എനിക്കറിയാൻ എൻ്റെ അപ്പനാണത്. അപ്പൻ എന്നെ അറിയത്തില്ലല്ലോ, എനിക്കറിയാം എൻ്റെ അപ്പനാണ്. ശുശ്രൂഷിക്കാറുണ്ട്.
10 79 വയസ്സായി. ലാസ്റ്റ് സമയം കർത്താവ് അത് വിടുതൽ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. 1 വർഷം പോലും ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ അപ്പൻ 19 35 40 വർഷത്തോടെ ജീവിച്ചു. അതിശയകരമായി ആരോഗ്യം തന്നു, ദൈവത്തെ ആരാധിച്ചു. കർത്താവിന്റെ സ്നേഹത്തോടെ ദൈവകൃപയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ സ്നേഹമാ എല്ലാ മേഖലയും നിർത്തി. 35 വർഷത്തിലധികം പിന്നെയും അപ്പൻ ജീവിച്ച ആയുസോടെ. ലാസ്റ്റ് സമയമായപ്പോൾ 6 മാസമൊക്കെ ഒരു സ്ട്രോക്ക് വന്ന് പപ്പ കിടപ്പിലായി. തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ അപ്പനെ ഞാൻ ശുശ്രൂഷിക്കാൻ ചർച്ചിൽ നിന്ന് ഓടി വരും. ആ സമയത്ത് വർക്കലയിലാണ് നിൽക്കുന്നത്. ഷേവ് ചെയ്ത് കൊടുക്കും, മുടി വെട്ടി കൊടുക്കും, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് കോരിയിലെടുത്ത് കളയും, കയ്യിലെടുത്തുകൊണ്ട് പോയി അപ്പനെ കുളിപ്പിക്കും. ആ സമയത്തൊന്നും അപ്പന് ഓർമ്മയ്ക്ക് കുഴപ്പമില്ല, എന്നെ അറിയാം. ഞാനെങ്ങനെ അപ്പനെ എടുക്കുന്ന സമയത്ത് അപ്പന്റെ കൈ എന്റെ തോളത്ത് തട്ടും. ആ തട്ടലിനകത്ത് ഒരാശ്വാസമുണ്ട്, ഒരു ബലമുണ്ട്. വെള്ളി ശനി ഞായർ ചർച്ചിന്റെ ശുശ്രൂഷയ്ക്ക് പോകുന്നത് കൊണ്ട് എന്റെ അനുജനാ പപ്പയെ ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ? ദൈവം ചെയ്തൊരു ബ്ലെസ്സിങ്. എനിക്ക് എന്തെങ്കിലും ഒരു വേദനയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ 3 എൻ്റെ അടുത്തുണ്ട്. അപ്പന് ജോലി, വെള്ളം വേണോ, ചായ വേണോ, കട്ടിൽ വിരിച്ചിരുന്നു, പപ്പ കയറി റെസ്റ്റ് എടുത്തു. കാരണം എന്താ? ഇതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. 73 വയസ്സുള്ള ഒരു പിതാവ് ഹോസ്പിറ്റലില് ഡോക്ടറിന്റെ അടുത്ത് മരുന്ന് വാങ്ങിക്കാൻ പോവുക. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് നോക്കി ജനലിൽ നോക്കുമ്പോൾ ഉണ്ട് അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുക, എവിടെയോ പോകാൻ ധൃതി പിടിക്കുന്നത് പോലെ. രോഗികളെ പരിശോധിക്കുന്നതിനിടയിൽ ആ ഡോക്ടർ അപ്പച്ചനെ പെട്ടെന്ന് വിളിച്ചു, അപ്പച്ചൻ പെട്ടെന്ന് പോവാ. അപ്പച്ചൻ അടുത്ത് വന്ന് ചോദിച്ചു, എവിടെയോ പോകാൻ ധൃതി പിടിക്കുന്നുണ്ടല്ലോ, എവിടെ പോകാനാ? അത് ഞാൻ ചെന്നിട്ട് വേണം എന്റെ വൈഫിന് ചോറെടുത്ത് കൊടുക്കാൻ. അവരാരും ഇല്ലേ? എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തു കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അതെന്ത് പറ്റി? ഭാര്യയ്ക്ക് 23 വർഷമായിട്ട് എന്നെ അറിയത്തില്ല. ഡോക്ടറിന് ആശ്ചര്യമായി. 23 വർഷമായിട്ട് എന്റെ പേരറിയത്തില്ല, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അറിയത്തില്ല. ആ ഡോക്ടർ ചോദിച്ചു, എന്നാ പിന്നെ എവിടെയെങ്കിലും വൃദ്ധസദനത്തിലാക്കരുതോ? എന്നെ എപ്പോഴും ഉപദ്രവിക്കും, എന്നാലും ഞാൻ കഞ്ഞി കോരി കുടിക്കുമ്പോൾ സ്നേഹത്തോട് ചിരിച്ചുകൊണ്ട് കഴിക്കും. ആരാന്നറിയത്തില്ല, കഴിക്കും. അപ്പച്ചനെ അറിയാത്ത അമ്മച്ചിയെ എവിടെയും വൃദ്ധസദനത്തിൽ എവിടെയും വിടരുതോ എന്ന് ചോദിച്ച പറയാ, ആ സാറ് പറഞ്ഞ വാക്ക് ഡോക്ടറിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. 23 വർഷമായിട്ട് അവക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും സന്തോഷത്തിലും സന്താപത്തിലും ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയിലും നിന്നെ വിശ്വസിച്ച് നിന്നെ ചേർത്ത് പിടിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉടമ്പടി ചെയ്തത് 23 വർഷമായിട്ട് എന്നെ അറിയത്തില്ലേലും എനിക്കറിയാം അതെന്റെ ഭാര്യയാണെന്ന്. ആ ഡോക്ടർ അപ്പച്ചന്റെ വാക്കിൽ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. ഒരു വലിയൊരു മർമ്മം. ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ഒക്കെ എന്നായി തീർന്നാൽ, ഒരു വാക്കുകൊണ്ടായിരിക്കാം, ഒരു പ്രവൃത്തിയായിരിക്കാം, ഒരു ചിന്തയായിരിക്കാം, അത് നമ്മളെ ബലപ്പെടുത്തുക. 10 മിനിറ്റ് പ്രായമുള്ളവരോടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റേലും ഒരു ദിവസം ഏതെങ്കിലും അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ അടുത്ത് പോയിരിക്കും ഞാൻ. എന്താ പറയാ, അവരുടെ അടുത്ത് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്.
അവരുടെ അടുത്ത് സ്നേഹമുണ്ട്, കരുതലുണ്ട്, വാക്കുകളുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ബൈബിൾ മൊത്തം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യം ചെന്ന പിതാക്കന്മാരോടുകൂടെ വളർന്ന തലമുറകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കിയേ. പക്ഷെ ഇന്ന് അമ്മത്തൊട്ടിലിന്റെ വൃദ്ധസാധനത്തിന്റെ ഒക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അല്പമെങ്കിലും ഒരു ആശ്വാസം പകരാൻ, ഞാനിങ്ങനെ ആയിത്തീരാൻ ഒരു കാര്യം എൻ്റെ വീടിന്റെ പശ്ചാത്തലം അതാ. ഒരുപക്ഷെ മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യുന്ന ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന അഭിഷിക്തന്മാരായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കാം, വീട്ടിലെ അമ്മയായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ഏതെങ്കിലും ഒരു മുറിവ്, ഏതെങ്കിലും ഒരു വേദന, ഏതെങ്കിലും ഒരു വിഷയത്തിൽ വേദന അനുഭവിച്ച് മാനസികമായി കരുത്ത് നേടി അവിടെ ദൈവത്തിന്റെ സൗഖ്യം പ്രാപിച്ചവരാണ് ഇതിനുവേണ്ടി ഇറങ്ങാറുള്ളത്, ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങാറുള്ളത്, ഇതിനുവേണ്ടി ധൈര്യപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് പകൽ, ഈ പകലൊന്ന് ഞാൻ സംബോധന ചെയ്യുമ്പോൾ ചില രാജ്യങ്ങളിൽ പകലാണ്, ചില രാജ്യങ്ങളിൽ 2 മണിക്കാണ്, 3 മണിക്കാണ്. പല രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ മീറ്റിംഗ് പോലും നടത്തുന്നത് കൊണ്ട് പകലെന്ന് പറയണോ, പ്രഭാതം എന്ന് പറയണോ, രാത്രി എന്ന് പറയണോ, ഉച്ച സമയം എന്ന് പറയണോ ഒന്നും അറിയത്തില്ല. എങ്ങാലും ദൈവവചനം സംസാരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. ആരും ഒരിക്കലും വെറുതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. ആ പോകുന്നതിന് മുമ്പേ നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യം മനസ്സിലാക്കി ചിലരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ചിലരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ഭൗതികമായിരിക്കാം, നമ്മുടെ താലന്തുകളായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം, ഫിസിക്കലി അറ്റ്മോസ്ഫിയറിലായിരിക്കാം, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക റിവാർഡ് സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നെ ദൈവത്തിന്റെ ആത്മാവ് ചിന്തിപ്പിച്ചതും ഒത്തിരി ബലപ്പെടുത്തിയ ഒരൊറ്റ വിഷയമാണ്. എന്തിനാണ് യേശു കർത്താവ് ശിമോനെ തിരിഞ്ഞു നോക്കിയത്? നമ്മൾ കേട്ട് പഴക്കമുള്ളതും പരിചയമുള്ളത് ഒറ്റ വിഷയമാണ്. കേട്ട് പഴക്കമുള്ളത്, പരിചയമുള്ളത്, 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഒരു വാക്ക് അവനെ ബോധ്യപ്പെടുത്താൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്നെ തള്ളി പറഞ്ഞു, നീ തള്ളി പറയുന്നു പറഞ്ഞല്ലേ. യേശു പ്രവാചകനാണെന്ന് സ്ഥാപിക്കാനുള്ള പരിപാടിയാണെന്നോ? അല്ല. ഒരു വിഷയം നടക്കുന്നതിന് മുമ്പേ പറഞ്ഞ വ്യക്തിയല്ലേ പ്രവാചകൻ? അതല്ലേ പ്രവാചകൻ. നടന്നതിന് ശേഷം ഞാനും അതുപോലെ പറഞ്ഞതായിരുന്നു, അതല്ലല്ലോ പ്രവാചകൻ. അതല്ല സംഭവം. യേശു തിരിഞ്ഞു നോക്കിയതിന്റെ കാരണം, ഞാനിപ്പൊ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് നിന്നെ ഭാഗ്യം. ആയുഷ്കാലം ആ ട്രോമയിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. എന്നെ തള്ളിപ്പറഞ്ഞൊരു ദുഃഖത്തിൽ നീ ആയുഷ്കാലം മനോദുഃഖത്തിൽ, മെന്റൽ ഡിപ്രഷനിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കിയത് ശിമോനെ, നിന്റെ സകല കുറവുകളും അറിഞ്ഞുകൊണ്ട് എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. അതായത് അർത്ഥം. എന്ന് ദൈവവചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുറവുണ്ട്. പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ആരാധനയിൽ, ദൈവത്തോടുള്ള ഉടമ്പടിയിൽ. എന്നാൽ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നമുക്കൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്.
ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാ. എന്തിന്? എവിടെ നിന്ന് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു എന്ന് തിരിച്ചറിയാൻ. ആരോഗ്യം തന്ന, ബലം തന്ന, കഴിവ് തന്ന, പ്രായവും പക്വതയും തന്ന, മക്കളെ തന്ന, കുടുംബജീവിതം തന്ന, ജോലി തന്ന ദൈവം, ശുശ്രൂഷ തന്ന ദൈവം. ജീവിതത്തിന്റെ 24 മണിക്കൂറും പരാതി പറച്ചിലല്ല. 50 വയസ്സുണ്ട്, 50 വയസ്സും പരാതി പറച്ചിലല്ല. എവിടെയൊക്കെയോ ചില സന്തോഷങ്ങൾ തന്നിട്ടുണ്ട്, ദീർഘായുസ് തന്നിട്ടുണ്ട്, ഭയങ്കര മിറക്കിൾ പോലെ സൗഖ്യം തന്നിട്ടുണ്ട്, തലമുറകളെ എവിടെയൊക്കെയോ മാനിച്ചിട്ടുണ്ട്, ജോലിയിൽ എവിടെയൊക്കെയോ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ആ ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ. എപ്പോഴും 2 തുള്ളി കണ്ണുനീര് കണ്ണിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, ജീവിതത്തിൽ കുറവുകൾ വന്നാൽ അനുദപിച്ചൊന്ന് ഏറ്റുപറഞ്ഞ് മടങ്ങി വരാൻ. 2, ദൈവം ചെയ്ത ഉപകാരത്തിന് കണ്ണുനീരോടെ നന്ദി പറയാൻ. ഈ 2 തുള്ളി കണ്ണുനീര് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ശിമോൻ പത്രോസിനെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചൊരു വിഷയം, ഇപ്പൊ ഞാനിവിടെ നിന്നെ നോക്കിയില്ലെങ്കിൽ നിന്നെ നോക്കാൻ ആരും ഇല്ലെന്ന് അതിന്റെ അർത്ഥം. ജീവിതത്തിന്റെ ചില മേഖലകളിൽ ശിമോൻ പത്രോസിന്റെ ആ സാഹചര്യമാണ് ശിമോനെ ആ രീതിയിലേക്ക് നയിച്ചത്. ശിമോന്റെ സാഹചര്യം എന്തോ സാഹചര്യം? ആരുമില്ല കൂടെ, ഒരു ഗ്യാപ്പിട്ട നിൽക്കുന്ന. യേശുവിനോട് സ്നേഹമുണ്ട്, വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, കൂടെ നിൽക്കാനും പറ്റത്തില്ല, ആ പരുവത്തിൽ നിൽക്കുക. നമ്മളതിന് മലയാളം പറയുന്നത് ചെകുത്താനും കടലിനും മധ്യത്തിലാന്ന്. കളയാനും പറ്റത്തില്ല, കൂടെ നിൽക്കാനും പറ്റത്തില്ല. യേശുവിന്റെ കൂടെ നിൽക്കുന്ന, യേശുവിനെ ശിഷ്യനെന്ന് പറഞ്ഞാൽ അടുത്തത് ശിമോനെ പിടിക്കുന്നേ, മരണം, അടി കിട്ടും. കൂടെയുള്ളവരെല്ലാം പിടിക്കുക. ചില അപ്പന്മാര്, ചില അമ്മമാര്, ചില മക്കൾ അനുഭവിക്കുന്ന വേദന ഇതാ. അമ്മമാരെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, എന്നാൽ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ചില സാഹചര്യം പറ്റുന്നില്ല. എന്നാൽ ഇതിന്റെ ഇടയില് ചില മാതാപിതാക്കൾ ചോദിക്കുന്ന അറിയാം, ചില അപ്പന്മാര് ചിന്തിക്കുന്ന അമ്മയുടെ കൂടെ നിൽക്കണോ മക്കളുടെ കൂടെ നിൽക്കണോ? ചില ദൈവദാസന്മാർ ചിന്തിക്കുന്ന പോലെ കമ്മിറ്റിയുടെ കൂടെ നിൽക്കണോ വിശ്വാസികളോട് നിൽക്കണോ? അതോ ദൈവത്തിന്റെ കൂടെ നിൽക്കണോ? ഉചിതമായ തീരുമാനം എടുക്കാതെ സ്റ്റക്കായിരിക്കുന്ന ചില മേഖലകളിൽ സൊല്യൂഷൻ മുഴുവനും ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്ന മൊത്തം. തീരുമാനമെടുക്കാൻ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പ്രശ്നം. എന്നാൽ ഒന്ന് സൈലന്റ് ആയിട്ട് ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടൊന്ന് സൈലന്റ് ആയിട്ട് നമ്മുടെ ബുദ്ധിയിലേക്കൊന്ന് തിരിഞ്ഞു പോവാ. ദൈവം ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള പ്ലാനിന്റെ സകല പിക്ചറുകളും സകല പ്ലാനുകളും പദ്ധതികളും മുഴുവനും കർത്താവ് വെളിപ്പെടുത്തും. അത് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണേലും കുടുംബത്തോടുള്ള ബന്ധത്തിലാണേലും ജോലിയിലാണേലും ദൈവം തരും. ശിമോനെ ഒന്ന് നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ശിമോൻ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങി, ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഇരുന്നാൽ ഒന്ന് കരയാൻ പോലും പറ്റത്തില്ല. അവിടെ ഇരുന്ന കരയാൻ പറ്റത്തില്ല ശിമോൻ പത്രോസിന്. കരഞ്ഞു തുടങ്ങിയാൽ അപ്പുറത്തിരുന്ന് തീ കായുന്നവർ ചോദിക്കും, എന്തുവാ പതിവില്ലാത്തൊരു കരച്ചില്? ഒന്ന് വിളിച്ചു കൂവി പൊട്ടിക്കരയാൻ പറ്റുമോ? ആൾക്കാർ ചോദിക്കും. നീയുമാ യേശുമായിട്ട്, യേശു ഇതുവരെ ഇല്ലായിരുന്നു കുഴപ്പം,
ആ യേശു നിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ടാ നിനക്ക് സ്വഭാവത്തിന് വ്യത്യാസം വന്നേ. നീ യേശുവിന്റെ ശിഷ്യനാ, മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് അവനെ അറിയത്തില്ല. നീയും ആ ഗലീലക്കാരന്റെ കൂടെയുള്ളവനാ, എനിക്ക് അവനെ അറിയത്തില്ല. പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ ഇരുന്നാൽ അടുത്ത അപകടം വിളിച്ചു വരുത്തുമെന്നറിഞ്ഞ് ആ സിറ്റുവേഷൻ അവിടുന്ന് പുറത്തു വന്നു. ശിമോൻ പത്രോസ് അവിടുന്ന് ഇറങ്ങി, പുറത്തിറങ്ങി, ആരും ഇല്ലാത്തടത്ത് പോയി ഒന്നും മനസ്സ് തുറന്ന് ഫ്രീ ആയി കരഞ്ഞു. മാതാപിതാക്കളെ, ദൈവദാസുമാരെ, പ്രാർത്ഥനയ്ക്കാൻ ഒന്ന് പൊട്ടിക്കരയാൻ കുറച്ച് സമയവും സ്ഥലവും ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ഡിപ്രഷനൊക്കെ ഒന്ന് മാറി കിട്ടും. മനസ്സ് തുറന്നൊന്ന് ഫ്രീ ആയിട്ടൊന്ന് കരഞ്ഞാൽ കുറച്ച് ഭാരങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും. വിശ്വാസികൾ പറഞ്ഞത്, ഭാര്യ പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത്, മക്കള് പറഞ്ഞത്, മാതാപിതാക്കൾ പറഞ്ഞത്, ലോകം പറയുന്നത്, ബിസിനസ്സിലെ ജോലിയിൽ വന്ന തകർച്ചകൾ, ഒറ്റപ്പെടൽ, ഒരു ലോൺലെസ്, അന്നേരം ദൈവം ആരെയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും, ചേർത്ത് പിടിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ. കർത്താവ് മുറിക്കുകയും ചെയ്യും, മുറിവ് കെട്ടുകയും ചെയ്യും. ലോകത്തിന് നമ്മളെ മുറിക്കാനേ അറിയത്തുള്ളൂ. മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന കർത്താവിന് ശാശ്വതമായ ഒരു പരിഹാരം ആ വിഷയത്തിൽ തരാൻ പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ റൂമിനകത്ത് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളെ വെറും കൈയോടെ വിടാൻ സ്വർഗത്തിലെ അപ്പന് ഇഷ്ടമില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിങ്ങളൊരു ബാധ്യതയല്ല, അവന്റെ മുമ്പിൽ നിങ്ങളൊരു ഭാരമല്ല, ഒരു സാധ്യതയാക്കി മാറ്റുവാൻ കഴിവുള്ള, from out of nothing God has created many things. Same like God is doing everything for his glory. Praise the Lord. എല്ലാം അവൻ നന്നായി ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ അവനെല്ലാം നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവനെല്ലാം നല്ല ചെയ്യുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു കർത്താവ് ഒരു ഉപമ തന്നെ പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. എങ്ങനെയാ കാണാതെ പോയെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. അന്ന് ആടിന് ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നു, എങ്ങനെയും കാര്യം ആടയിലും പോയി തപ്പിയെടുത്തേനെ, വഴി കണ്ടുപിടിക്കായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയത്തില്ല, ഒരു റൂട്ട് മാറിപ്പോയതാ. പച്ചപ്പ് തിന്ന് 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 ബിസി ഷെഡ്യൂളാ, പക്ഷെ തിരിച്ചു വരാൻ അറിയത്തില്ല. പോയ വഴി അറിയാം, പോയ റൂട്ട് അറിയാം, പോയ സിറ്റുവേഷൻ അറിയാം, പക്ഷെ അതിനകത്തുനിന്ന് ആ ട്രോമയിൽ നിന്ന് തിരിച്ചു കയറാൻ അറിയത്തില്ല. ഒരു ലോൺലെസ്സാ. തിരിച്ചു വരാൻ അറിയാത്തിടത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരുവനുണ്ട്, ഇടയൻ. അതിനകത്ത് ഒരു വിഷയം, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു വിഷയം, ഇടയൻ ചെല്ലുമ്പോൾ കുറ്റബോധത്തോടെ അല്ലെങ്കിൽ ആ ആട്ടിൻകുട്ടിയെ തല്ലണമെന്നുള്ള രീതിയിലായിരിക്കാം പോയത്. കാരണം അനുസരണക്കേടി പോയാന്ന് വിചാരിച്ച്. ഇടയന്റെ ഈ വടിയും കോലും ഉണ്ടല്ലോ, വടി വെച്ച് 2 പൊട്ടിയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചായിരിക്കാം പോയത്. പക്ഷേ പോയി ചെന്നപ്പോഴാണ് ശരീരം മുഴുവനും മുറിഞ്ഞ് അവിടെ കിടന്ന് വലിയവായി വിളിച്ചു പോകുന്ന ഒരു ആട്ടിൻകുട്ടി. ഒറ്റപ്പെട്ട, ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, കൂട്ടുകാരില്ല, ആരുമില്ല, ഒറ്റപ്പെട്ട് കിടക്കുക. 99 എണ്ണം ഒരു സൈഡിൽ കിടക്കുക, കൂട്ടിക്കയറ്റി എല്ലാത്തിനെയും. അതിന് പ്രൊട്ടക്ഷനായി വീടുണ്ട്, പക്ഷെ ഈ 1% ഒന്നിന് വീടില്ല. ഏതോ ഇലയുടെ അടിയിലോ ഏതോ പാറയുടെ അടിയിലോ കിടന്നുറങ്ങാനുള്ള പരിപാടി. എന്നിട്ട് ആ ഉറങ്ങി കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദീർഘശ്വാസം എടുത്ത് ശരീരത്തിലെ മുറിവും വിഷമവും കണ്ട് ആരെയും കാണാത്തതിന്റെ ഒരു ദുഃഖവും എല്ലാം കൊണ്ട് കരയുക. ആ വടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇടയൻ അതിനെ ഒന്ന് തഴുകി, അതിനെ എടുത്തു തോളത്തെടുത്ത് വെച്ചു. ഇന്നലകളിൽ നമ്മുടെ മുറിവിൽ ദീർഘകാലത്തേക്ക് നമ്മൾ അനുഭവിച്ച ചില ട്രോമയിൽ നിന്ന്
ചില മാനസിക പ്രയാസത്തിൽ നിന്ന് നമ്മൾ പോയ വഴി നമുക്കറിയാം. എങ്ങനെയൊക്കെയാ ഈ ട്രോമയിലൂടെ പോയേ, എങ്ങനെയൊക്കെയാ ഈ ഒറ്റപ്പെടലിലൂടെ പോയേ, എങ്ങനെയാ ഈ രോഗത്തിലൂടെ കടന്നുപോയേ, എങ്ങനെയാ ഈ പ്രയാസത്തിലൂടെ കടന്നുപോയി. പക്ഷേ അതിന്റെ ആഴത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ ആരുമില്ല എന്നൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ തോളിലെടുത്ത ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കൂട്ടായ്മ. ഓ റബ ശഖ റബ വശിയ റബന സിഖിരിയം ദരഷിയാര. ആ ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുന്നവർക്കറിയാം. എന്റെ അപ്പന്റെ മുമ്പിൽ ചില വർഷങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമ്പയും പറഞ്ഞ് രാത്രിയിലും പകലും ഇറങ്ങിപ്പോകുമ്പോൾ ആ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി എനിക്കറിയാം ഒരപ്പന്റെ മകന്റെ വേദന, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയാം. പക്ഷെ ആ ട്രോമയിൽ നിന്ന് തിരിച്ചു കയറാൻ ചില നാളുകൾ എടുത്തു. യേശു കർത്താവ് ആ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് വന്നതിന്റെ ഒരു കാരണം നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നത്, തോളിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ ആട്ടിൻകുട്ടിയുടെ രണ്ട് കാലിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു കൈ കൊണ്ട് തോളത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ പുറത്തൊന്ന് തലോടുന്നുണ്ട്. ഈ തഴുകലും തലോടലും പ്രൊട്ടക്ഷനും ഒരുപോലെ ആകുമ്പോൾ ആ ഇടയന്റെ തോളത്ത് കിടക്കുന്ന ആട്ടിൻകുട്ടി പിന്നെ കരയത്തില്ല. കഴുത്ത് നീട്ടി ആ തോളത്തോട് അങ്ങ് ചേർന്ന് കിടക്കും. പിന്നെ മിണ്ടത്തില്ല. പിന്നെ വലുവായി വിളിച്ചു പോകത്തില്ല, കരയത്തില്ല. പിന്നെന്താ? ചെറുതായിട്ടൊരു ഞരക്കം കാണും. എന്താ? ഇടയന്റെ ചെവിയും ആടിന്റെ വായും ആ തോളത്ത് കിടക്കുമ്പോ അടുത്തെടുത്ത. അന്നേരം നമുക്ക് പറയാൻ പറ്റും, എന്റെ വലിയ മുറിവിൽ നിന്ന്, വലിയ വേദനയിൽ നിന്ന്, എന്റെ വലിയ ഒറ്റപ്പെടലിൽ നിന്ന്, വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന ആ ഇടയന്റെ തോളത്ത് ഞാനാ കിടക്കുന്നത്. എന്റെ ചെറിയ ഞരക്കം പോലും ആ ഇടയന് കേൾക്കാൻ പറ്റും. എന്റെ ചെറിയ വേദന പോലും ആ ഇടയന് കേൾക്കാൻ പറ്റും. അഭിഷിക്തന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ മീറ്റിംഗിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ വിളിച്ചു പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, വിഷമങ്ങൾ ഏതുമാകട്ടെ, അതിന്റെ ട്രോമയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ ഒരു ലോൺലെസ് ഫീൽ ചെയ്ത വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വിഷമം അറിഞ്ഞ്, ഭാരമറിഞ്ഞ്, വേദനമറിഞ്ഞ് ആവെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കരമുണ്ട്. ആ കരത്തിൽ നിങ്ങൾ ബാധ്യതയല്ല, ആ കരത്തിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ആ ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാ ആ ഇടയന്റെ സ്നേഹത്തെ ഇവിടെ ശിമോൻ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യം. ആ കർത്താവിന്റെ നോട്ടത്തിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ പടകിൽ ശൂന്യതയായപ്പോൾ അവൻ ഇറങ്ങി വന്നതാ. മരുഭൂമിയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതാ. ഞാനൊരു വെളിപ്പാട് വന്നപ്പോൾ എന്നെ നോക്കി എന്റെ അടുത്ത് തന്നെ ചേർത്ത് പിടിച്ചതാ. ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് എന്നെ ധൈര്യപ്പെടുത്തിയതാ. കടലിൽ പടകിൽ തിരമാലകൾ കൊണ്ട് വലഞ്ഞ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയപ്പോൾ അവിടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്നതാ. ഒരുപക്ഷെ ഇന്ത്യൻ ടൈം ഇത് 4-ാം യാമമായിരിക്കാം. ഈ 4-ാം യാമത്തിൽ, പ്രഭാതയാമത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ, കുടുംബത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇന്നലകളിൽ ഇറങ്ങി വന്ന ഒരു അപ്പൻ, ഇന്നലകളിൽ ചേർത്ത് പിടിച്ച ഒരു ദൈവ സാന്നിധ്യം, ഇന്നലകളിൽ
കൈപിടിച്ച് നമ്മളെ ബലപ്പെടുത്തിയ ഒരു ദൈവ സാന്നിധ്യം. ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില വേദനകളിലൂടെ ഞാൻ നിങ്ങൾ കടന്നുപോയപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് ധൈര്യപ്പെടുത്തി, അഭിഷേകം തന്ന്, ആത്മശക്തി തന്ന്, ബലം തന്ന്, മാനസിക കരുത്ത് തന്ന്, ശാരീരിക മാനസികമായി ബലപ്പെടുത്തി അനേകരെ ഉറപ്പിക്കാൻ എന്നെ നിങ്ങൾ ധൈര്യപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ കൃപയില്ലേ? ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. അപ്പോസ്തലനായ പൗലോസിന്റെ 1ാം മിഷണറി യാത്രയിൽ ബർന്നബാസും പൗലോസും കൂടെ പോയത്. യെരുശലേം വരെ ചെല്ലാതെ തിരിച്ചു പോയത് കൊണ്ട് ഒരു ഉടക്കുണ്ടായി. 2 അഭിഷിക്തന്മാർ തമ്മിൽ ഭയങ്കര ബഹളം. അന്യഭാഷ പറയുന്ന, കർത്താവിന്റെ വേല ചെയ്യുന്ന 2 അഭിഷിക്തന്മാർ, ഒന്ന് ബർന്നബാസ്, ഒന്ന് പൗലോസ്, രണ്ടുപേരും ഭയങ്കര ഉഗ്രവാദം ഉണ്ടായി. അത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. ബർന്നബാസ് പ്രബോധനപുത്രനാ, ആദിമസഭയ്ക്ക് ഒത്തിരി പ്രയോജനമുള്ള വ്യക്തിയാ. പൗലോസോ കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ട വ്യക്തിയാ. 2 അഭിഷിക്തന്മാർ തമ്മിൽ ഉടക്കുണ്ടായി. എന്തിനു വിഷയത്തിൽ? ബർന്നബാസ് അഭിഷിക്തൻ മർക്കോസ് എന്ന തന്റെ അനന്തരവന്റെ പേരിൽ മർക്കോസിന്റെ ചൊല്ലി 2 പേരെ ഉടക്കി. പൗലോസിന്റെ വഴിക്ക് പോയി, ബർന്നബാസിന്റെ വഴിക്ക് പോയി. ഉടക്കി പിരിഞ്ഞു പോയി. ബർന്നബാസിന്റെ പേര് പിന്നെ ചരിത്രത്തിൽ പോലും ഇല്ല. എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ചിലർ മാസയോഗം കഴിഞ്ഞാൽ ഉടക്കി പിരിയുന്നേ, ചിലർ ഒരു നല്ലൊരു ക്രൂസൈഡ് കഴിഞ്ഞാൽ പിന്നെ ഉടക്കി പിരിയുക. എന്തിനാ അറിയത്തില്ല. ഉടക്കാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കുന്നവരുണ്ട്. ഇച്ചിരി പ്രായവും പക്വതയും കൊണ്ട് എത്ര ഉടക്കാനുള്ള കാരണം എന്നാലും ക്ഷമിച്ച് സ്നേഹിച്ചങ്ങ് പോകുന്നവരുമുണ്ട്. ഞാൻ നിമിത്തം ഒരു പ്രയാസം വരണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞേ. പിന്നെന്തിനാ ഉടക്കിയേ? പിന്നെന്തിനാ 2 പേര് തമ്മിൽ വാദിച്ചേ? ഒരു ചിന്ത ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നത്, 2 പേരുടെ ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ ഒരു ദേശത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ആ ദേശത്തിലെ സ്പിരിറ്റിനെ വിവേചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ചില ദേശത്ത് വ്യഭിചാരത്തിന്റെ സ്പിരിറ്റാ, ചില ദേശത്ത് ആത്മഹത്യയുടെ സ്പിരിറ്റാ, ചില ദേശത്ത് ഗ്രൂപ്പിസത്തിന്റെ സ്പിരിറ്റാ, ചില ദേശത്ത് ജഡത്തിന്റെ സ്പിരിറ്റാ, ചില ദേശത്ത് വഴക്കിന്റെ സ്പിരിറ്റാ. ആ ദേശത്ത് കർത്താവിന് വേല ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ മേഖലയിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ശുശ്രൂഷ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആത്മാവിൽ ജയിക്കാൻ കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കാവുന്ന ഭാവലി കർത്താവിനെ ആരാധിക്കാൻ, ദേശത്ത് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നുള്ള ഉറപ്പാ. ചില കുടുംബങ്ങളിൽ വിടുതൽ വെളിപ്പെടുന്ന ഉറപ്പാ. 2ാമത്തെ വിഷയം, ദൈവഹിതം മനസ്സിലാക്കിയില്ല. ഈ ശുശ്രൂഷയിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഒന്ന്, ദൈവഹിതം മനസ്സിലാക്കി പോകണം. 2, പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ ജയിക്കുന്ന ഒരു അധികാരത്തിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നറിയാം. ചില അൺഎക്സെപ്റ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അടിപതറി പോകാതെ, ടെൻഷൻ അടിച്ചു പോകാതെ, ഇന്നലകളിൽ ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വന്നപ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിന്റെ വചനം, നമ്മളെ ഉറപ്പിച്ച കർത്താവിന്റെ സാന്നിധ്യം, നമുക്ക് വേണ്ടി നമ്മളെ ഉറപ്പിക്കാനും ബലപ്പെടുത്താനും പ്രാർത്ഥിക്കാനും നമ്മുടെ കൂടെ ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തികൾ, ആ സാഹചര്യങ്ങളിൽ
ഒന്ന് അയവിറക്കി ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ പ്രശ്നം എന്നെ ഒതുക്കിക്കളയത്തില്ല, ഈ രോഗം എന്നെ ഒതുക്കിക്കളയത്തില്ല, ഈ ടെൻഷൻ എന്നെ ഒതുക്കിക്കളയത്തില്ല. ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വന്നാലും എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എനിക്കൊരു ദൗത്യമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. ആ ദർശനം പൂർത്തീകരിക്കുന്നത് വരെ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശ്വാസത്തോടെ പറയാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുള്ളത് ഉറപ്പാണ്. ചില ജോലിയിലെ ടെൻഷൻ ആയിരിക്കാം, ചില ജോലിയിലെ പ്രഷർ ആയിരിക്കാം, ഫാമിലിയിൽ അനുഭവിക്കുന്ന ഫിസിക്കലി പ്രോബ്ലങ്ങളായിരിക്കാം, അൺഅക്സെപ്റ്റഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില ബാധ്യതകളായിരിക്കാം, പെട്ടെന്ന് ജീവിത പങ്കാളിയുടെ വേർപാടുകളായിരിക്കാം, മക്കളുടെ വേർപാടായിരിക്കാം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്നത് ഒരു ട്രോമയാണ്. ആയുഷ്കാലം കരയാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പെട്ടെന്ന് വേർപെട്ടു പോകുന്നത് വല്ലാത്ത ട്രോമയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും, അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും വരത്തില്ലായിരുന്നു, എന്റെ അച്ചായൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും വരത്തില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. ചില ജീവിതത്തിൽ അൺഅക്സെപ്റ്റഡ് ആയിട്ട് ചിലത് വരുമ്പോൾ എന്റെ യേശു കർത്താവ് ഇതിനും വലിയ ട്രോമയിലൂടെ കടന്നുപോയതാ. ഗെത്സമനെ തോട്ടം നോക്കി, അവിടെ ആരുമില്ല. കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി 12 പേരെ തെരഞ്ഞെടുത്തു. അതിനകത്ത് 3 പേരെ സ്പെഷ്യൽ പ്രേയറിന് വിളിച്ചു. ഉണർവിന്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചവർ 3 പേര് ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ടും യേശു പ്രാർത്ഥന നിർത്തിയില്ല. മുന്നോട്ട് ഒരു അമ്പിമ്പാട് ദൂരത്ത് മുന്നോട്ട് ഒന്നിൽക്കൂടെ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞു, എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റത്തില്ല, എങ്കിലും എന്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറണം. വേർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികളെ പോലെ ആയി. ഒരു മനുഷ്യൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ശരീരം വേർക്കണമെങ്കിൽ ഒരു കഠിനാധ്വാനമാണ്. ഒരു ജോലിയും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥനയിൽ ഇരുന്ന് വേർക്കുക. ഗെത്സമനത്തോട്ട് തണുത്ത കാറ്റില്ലേ, ഒരു എയർ കണ്ടീഷൻ മോഡല്ലേ, മലയുടെ മുകളിലല്ലേ, നല്ല ശക്തമായ കാറ്റില്ലേ, ആ തോട്ടത്തിലെല്ലാം നല്ല ശീതമായ ഒരു അന്തരീക്ഷമല്ലേ. പിന്നെ യേശു വേർക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അത്രത്തോളം സ്ട്രെസ് എടുത്തെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ മുഴു ലോകത്തിന് വേണ്ടി യേശു കർത്താവ് 2 മിനിറ്റത്തേക്ക് ട്രോമയിലേക്ക് പോയി. പക്ഷെ യേശു കർത്താവ് പിതാവിന്റെ നിയോഗത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വന്നിട്ട് പറയുക, എങ്കിലും എന്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറണമേ. ക്രൂശിലും വിളിച്ചു, കയ്യേൽ ആണിയടിച്ച് ശരീരം മുഴുവനും ഉഴവുചാലുകളെ പോലെ കീറപ്പെട്ടവനായി, താടിരോമങ്ങൾ റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് വലിച്ചു വരിച്ചപ്പോൾ, നിന്നെ അടിച്ചത് ആരാണെന്ന് പറഞ്ഞ് പ്രവചിക്കാമെന്ന് ചോദിച്ചപ്പോൾ, യഹൂദന്മാരുടെ രാജാവാണോ നീ, നിന്നെ തന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞപ്പോൾ, അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ ഒരു മുഖാന്തരമില്ലായിരുന്നപ്പോ, ശ്വാസമെടുക്കാൻ പറ്റാതിരുന്നപ്പോൾ, വെള്ളം കുടിക്കാൻ ക്രമീകരണങ്ങളില്ലായിരുന്നപ്പോൾ, പുളിച്ച വീഞ്ഞു കൊടുത്തപ്പോൾ, വിശപ്പ് കൊണ്ട് ഒരു ദിവസം മുഴുവനും ഭാരമേറിയ പച്ചപ്പൈന്മര കുരിശേന്തി മുഴു ലോകത്തിന്റെ പാപം ചുമത്തപ്പെട്ടവനായി, ശരീരം മുഴുവനും മുറിവ്, മനസ്സിൽ മുറിവ്. അപ്പൻ കൈവിട്ടു. എന്റെ ദൈവമേ, എന്റെ ദൈവം, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൻ കൈവിട്ട ഒരു മകൻ, 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, മുഴു ലോകത്തിന്റെ പാപം പേരി ഒരു ട്രോമ സിറ്റുവേഷൻ. ആ മുറിവിന്റെ ആഴം പക്ഷേ ഭയങ്കരമാണെങ്കിലും ആ ക്രൂശിൽ നിന്നിറങ്ങി അനവധിക്കാരൻ യോസഫിന്റെ കല്ലറിൽ അടക്കപ്പെട്ടു.
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അതിനേക്കാളും വലിയ ട്രോമയിലിരുന്ന 12 പേര് റൂമിനടുത്ത് പേടിച്ചിരുന്നപ്പോ പറയാ, നിങ്ങൾക്ക് സമാധാനമൊന്നും. അതല്ലേ നമ്മുടെ തന്റെ ഇടം, അതല്ലേ നമ്മുടെ ആരാധന, അതല്ലേ നമ്മുടെ ബലം. പ്രശ്നത്തെ ജയിച്ച, രോഗത്തെ ജയിച്ച, പിശാചിനെ ജയിച്ച, ശാപത്തെ ജയിച്ച, മരണത്തെ ജയിച്ച, ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് നമ്മുടെ റൂമിനകത്ത് വന്നിട്ട് നിനക്ക് സമാധാനം എന്ന് പറയുന്നതല്ലേ നമ്മുടെ തന്റെ ഇടം, നമ്മുടെ ആത്മബലം, നമുക്ക് മുന്നോട്ട് പോകാൻ ബലം തരുന്നത്. അതാണെങ്കിൽ ഇന്ന് പ്രഭാതയാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, അഭിഷിക്തന്മാർ ആത്മാവിൽ പുറത്തു വരട്ടെ, ദൈവജനം പുറത്തു വരട്ടെ, മാതാപിതാക്കൾ ആത്മാവിൽ ട്രോമയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവൻ. I can do all things through Christ one who strengthens me. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം. വീടില്ലാത്തവന് മനുഷ്യപുത്രന് തലയായിപ്പാൻ ഭൂമിയിൽ ഇടമില്ല എന്ന് പറഞ്ഞ് വീടില്ലാത്തവന്റെ വേദന അറിയാം കേട്ടോ. കയ്യിലും കാലിലും ആണിയടിക്കപ്പെട്ടവന് ആ മുറിവിന്റെ ആഴം അറിയാം. മനസ്സ് തകർന്നവന് അവൻ സമീപസ്ഥനാണെന്ന് പറയാൻ അതാ കാരണം. ഹൃദയം തകർന്നവന് ആവേ രക്ഷ നൽകുന്നെന്ന് പറയാൻ അതാ കാരണം. ഒറ്റപ്പെട്ടവൻ ഏകനായി കുരിശിക്കിടന്നപ്പോൾ ഒറ്റപ്പെട്ടവന്റെ വേദന മറ്റാരേക്കാളും കർത്താവിനറിയാം. വിശപ്പിന്റെ ആഴം എന്റെ കർത്താവിനറിയാം. ദാഹത്തിന്റെ ആഴം കർത്താവിനറിയാം. തള്ളിപ്പറഞ്ഞതിന്റെ വേദന എന്റെ കർത്താവിനറിയാം. ഒറ്റിക്കൊടുക്കപ്പെട്ടവന്റെ വേദന എന്റെ കർത്താവിനറിയാം. മറ്റുള്ളവരെ 3.5 വർഷം ചേർത്ത് പിടിച്ചിട്ടും അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അപ്പം തിന്നവർ, അത്ഭുതം കണ്ടവർ തിരിഞ്ഞു പ്രതികരിച്ചപ്പോൾ ആ പ്രതികരണത്താൽ മുറിവേറ്റവന്റെ ആഴം കർത്താവിനറിയാം. കാരണം കർത്താവ് ഈ ട്രോമയിലൂടെ കടന്നുപോയതാ. ഇന്ന് പ്രഭാതയാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നത്, എന്റെ പ്രശ്നം ഏതുമാകട്ടെ, വിഷമം ഏതുമാകട്ടെ, എന്റെ കർത്താവ് കൊണ്ട് കൂടെ കേട്ടോ. കർത്താവ് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുക, ഞാനിപ്പോ തിരിഞ്ഞു നോക്കുന്നതിന്റെ കാരണം എന്താ അറിയാമോ? മുമ്പിൽ ഒരു ശുശ്രൂഷയുണ്ട്. 12 പേരോടുകൂടെ നീ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാ. നിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാക്കേണ്ടതാ. ഇവിടെ കിടന്ന് പൊട്ടിക്കരയാനല്ല. നീ ഒന്ന് ഫ്രീ ആയിക്കൂ. ഒന്ന് കരഞ്ഞിട്ട് മനസ്സിലെ ദുഃഖമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് പുറത്തുവാ. ആത്മാവിൽ പുറത്തുവാ. പുറത്തിറങ്ങി ദുഃഖത്തോടെ കരഞ്ഞത് കൊണ്ട് അവൻ ആത്മാവിൽ പുറത്തു വന്നു. അഭിഷേകത്തിൽ പുറത്തു വന്നു. പ്രാർത്ഥനയിൽ പുറത്തു വന്നു. തടവറയ്ക്കകത്തിട്ട് പൂട്ടിയപ്പോൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ അവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുക, ഞാൻ നിങ്ങളും പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഭയെ, കമ്പാഷൻ മിനിസ്ട്രിയെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ അനേക ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ അനേകരെ ചേർത്ത് പിടിക്കുവാൻ ഈ മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചോളംകരിൽ തോമസ് എന്ന് പറയുന്ന ഡിവൈസിൽ അങ്ങളെ പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ആഴം, ഡ്രോമ വലുതാണെങ്കിലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുക. എന്റെ യേശു കർത്താവിന് അങ്കിൾ ബാധ്യതയൊന്നുമല്ല. അവന്റെ കരത്തിൽ അങ്കിൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയും. ഒന്ന് ഫ്രീ ആയി ഒന്ന് കരഞ്ഞ് ചില മാനസിക പ്രയാസത്തിൽ നിന്ന് പുറത്തു വരാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു.
ലേഖി റബാന റക്കഷിയാന റൂഡാമാന റഗദല സിഖേനിയ. വലിയവായി നിലവിളിച്ച് കരയാൻ പറ്റാത്ത ആട്ടിൻകുട്ടി ഇടയന്റെ തോളത്ത് കിടന്നപ്പോൾ, ആ ഇടയന്റെ പ്രൊട്ടക്ഷനും ഇടയന്റെ തഴുകലും തലോടലും കണ്ടപ്പോൾ, ആ തോളത്ത് തലചായ്ച്ചു വെച്ച് ആ ചെറിയ ഞരക്കം പോലും കാണുന്ന കേൾക്കുന്ന ഇടയനിൽ വിശ്വസിച്ചതുപോലെ ഇന്ന് രാത്രി ചെറിയ ഞരക്കം പോലും അറിയാവുന്ന ഒരു കർത്താവിന്റെ കരത്തിൽ അങ്കിൾ സുരക്ഷിതരാണെന്ന് പറയാൻ എന്നോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. മാതാപിതാക്കളെ, അഭിഷിക്തന്മാരെ, സഭ നേരിടുന്ന പ്രശ്നമാണോ? വാർദ്ധക്യത്തിൽ അൺഅക്സെപ്റ്റഡ് ആയിട്ട് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ശരീരത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളാണോ? ദൈവദാസന്മാരിൽ നിന്ന് മുറിവുകളാണോ? വിശ്വാസികളിൽ നിന്ന് മുറിവുകളാണോ? കുടുംബ ബന്ധങ്ങളിൽ നിന്ന് മുറിവാണോ? ആ മുറിവിന്റെ ആഴം വർഷങ്ങളായി നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തി, ആരാധനയെ തടസ്സപ്പെടുത്തി, ദൈവത്തോടുള്ള കൂട്ടായ്മയെ തടസ്സപ്പെടുത്തി ഒരു ട്രോമയിലേക്ക്, ആ മെന്റൽ ഡിപ്രഷനിലേക്ക് പോകാൻ പിശാച് പലവിധമായ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ, ആ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പുറത്തു വന്നിട്ട്, ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട്, അപ്പന് കരം കൊടുത്ത് ആത്മാവിൽ പുറത്തു വരാൻ, പ്രാർത്ഥനയിൽ പുറത്തു വരാൻ, അഭിഷേകത്തിൽ പുറത്തു വരാൻ ഇന്ന് രാത്രി സമർപ്പിക്കുമെങ്കിൽ ഒരു വലിയ വിടുതൽ ദൈവാത്മാവ് ചെയ്യുകയാണ്. ചില BP അനാവശ്യ ടെൻഷനാ, ചില ഷുഗർ അനാവശ്യ ടെൻഷനാ. ഞാൻ നിങ്ങളൊന്ന് പുറത്തു വന്നേ. നമ്മുടെ ആരാധന പുരുഷനായ കർത്താവ് ജയം പ്രാപിച്ചെങ്കിൽ നമ്മുടെ മണവാളൻ, അത് ഞാൻ ഒന്നുകൂടെ വ്യാഖ്യാനത്തിൽ പറയട്ടെ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മണവാളൻ ജയം പ്രാപിച്ച കർത്താവാണെങ്കിൽ, അവന്റെ മണവാട്ടിയെ, ഭർത്താവ് ഭാര്യയെ മറ്റുള്ളവർ അടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലെങ്കിൽ, ഒരു പ്രശ്നത്തിലേക്ക് വിട്ടുകൊടുക്കത്തില്ലെങ്കിൽ, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, മണവാളനായ ക്രിസ്തു നമ്മളെ വെറുതെ വിടത്തില്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയട്ടെ. നമ്മുടെ അറിവ്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജ്ഞാനം, നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തിയിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷവും നടച്ചേ. ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ തിരിച്ചു വരാൻ പറ്റാതെ അഗാധമായ ദുഃഖത്തിലായിരിക്കുന്നവരായിരിക്കുക, ആഴമേറിയ വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കുക. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, കർത്താവ് പറയുക, കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കുക. കുഞ്ഞെ, ഇന്നലെ നിന്റെ അത്ഭുതത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, നിന്റെ സമൃദ്ധിയിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇതിലും വലിയ വേദനയിൽ നീ കരകയറിയതാ. പക്ഷേ ഇപ്പോൾ എന്താ നിനക്ക് കരകയറാൻ പറ്റാത്തത്? എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞതാണോ? കൂടെ നടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം, ആരാധിച്ചിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞ് തെറ്റാണോ? വചനം വായിക്കാൻ മറന്നുപോയതാണോ? പ്രാർത്ഥന മുടക്കിയതാണോ? കർത്തൃമേശയിൽ നിന്ന് മാറി നിൽക്കുന്നതാണോ? ക്ഷമ ചോദിക്കാൻ പറ്റാത്തതാണോ? നീ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വാ, ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കരഞ്ഞു നോക്ക്, ഒറ്റയ്ക്ക് ദൈവമായിട്ടൊന്ന് സമ്മേളിച്ചു നോക്കി. ഓ റാഭാഷ, അതാ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. മാതാവേ, പിതാവേ, നമ്മുടെ ആ വേദനയിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നമ്മളൊന്ന് പുറത്തിറങ്ങി ഒറ്റയ്ക്കൊന്നിരുന്ന് ബൈബിൾ വായിച്ച് അപ്പന്റെ പാദപീഠത്തിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞു നോക്കിയേ. ഇറങ്ങി വരുന്ന ഒരാശ്വാസം നമുക്ക് മനസ്സിലാക്കാം. വചനത്തിനകത്തൂടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദമും ഹവ്വയും പാപം ചെയ്തവരാ, ഏദൻ തോട്ടത്തിന്റെ മറവിൽ, വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുക. പക്ഷേ വൈകുന്നേരം പോലെ അതുപോലെ കർത്താവ് വന്നു, ദൈവം വന്നു, അവരെ വിളിക്കുക, നീ എവിടെയാ? എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്റെ മുഖം കാണണം. കരയുന്ന മുഖമല്ല, നിന്റെ ചിരിക്കുന്ന മുഖം, എന്നോട് സംസാരിക്കുന്ന മുഖം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ദൈവദാസന്മാരെ, നമ്മുടെ കരയുന്ന മുഖമല്ല,
ആത്മാവിൽ നൃത്തം ചെയ്യുന്ന അഭിഷേകത്തിന്റെ ഒരു തലം കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു തലം കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നു. ക്ഷമ ഏറ്റെടുത്തിട്ട് ആത്മാവിൽ ദൈവകൃപയിൽ മടങ്ങി വരുന്ന ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ ശക്തിയോടെ കർത്താവിനെ ഉയർത്തിയ ചില സ്റ്റേജുകളിൽ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയ ചില ശുശ്രൂഷയുടെ തലത്തിലേക്ക് തിരിച്ചു കയറാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളെ തകർത്ത് കളയാൻ, ഇത് നിങ്ങളെ ഉടച്ചു കളയാൻ, നിങ്ങൾ ആയുഷ്കാലം ട്രോമയിലേക്ക് പോകാൻ, പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ പരാതി പറഞ്ഞ് വിഷമത്തോടെ വേദനയുടെ വാക്കുകൾ പറഞ്ഞ് നമ്മളെ നിത്യ നരകത്തിലോട്ട് കൊണ്ടുപോകാനുള്ള പിശാചിന്റെ പ്ലാനാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് കർത്താവിന്റെ കരം പിടിച്ച് ആത്മശക്തിയോടെ പുറത്തു വന്ന് സൗഖ്യമേറ്റെടുത്ത് വിടുതലേറ്റെടുത്ത് കർത്താവിനെ ഉയർത്താൻ ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ഇടയൻ, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മാതാപിതാക്കളെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അമ്മമാരെ, അങ്കിളുമാരെ, പാസ്റ്റർമാരെ, കുട്ടുദാസിമാരെ, ഈ ജോയിൻ ചെയ്ത സകല പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ഒരു ബാധ്യതയല്ലല്ലോ. ഇന്നലകളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച നിന്റെ സ്നേഹം ഇന്ന് പ്രഭാതത്തിലുമുള്ളതിനായി സ്തോത്രം. അവരെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം പകർന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ അവർ ഫ്രീ ആയി തുടർന്നുള്ള മണിക്കൂറുകൾ, തുടർന്നുള്ള നിമിഷങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ആത്മാവിൽ ജയിക്കാൻ, വചനം വായിച്ച് വചനം ഉരുവിട്ട് ആത്മാവിൽ ജയിക്കാൻ, ദർശനങ്ങളെ കണ്ട് കർത്താവിൽ ചിലതിനെ ജയിപ്പാൻ, ചില വിഷയത്തെ ഓവർകം ചെയ്യാൻ. ക്രൂശിൽ അവസാനിച്ചതല്ലല്ലോ, ക്രൂശിൽ നിന്ന് പുറത്തു വന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്ന കർത്താവിന്റെ നാമം ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കും ഒരു പുറപ്പാടുണ്ട്, ഞങ്ങൾക്കും ഒരു തിരിച്ചുവരവുണ്ട്, ഞങ്ങൾക്കും ഒരു മടങ്ങിവരവുണ്ട്, ഞങ്ങൾക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഒരു തിരിച്ചറിവിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ പുറത്തു വരിക, പ്രാർത്ഥനയിൽ പുറത്തു വരിക. ആയുഷ്കാലം കരഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവസനിൽ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് നമ്മളെ തിരിഞ്ഞു നോക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ശിമോൻ പത്രോസ് മടങ്ങി വന്നു. കർത്താവിന്റെ സ്നേഹം ഏറ്റെടുത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. പക്ഷേ അതിനുശേഷം ആയുഷ്കാലം ഒത്തിരി കരഞ്ഞതായിട്ട് വായിക്കുന്നില്ല. പിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാ, പ്രാർത്ഥനയിൽ ഒരുങ്ങുകയാ. അനേകരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ദൗത്യം. നമുക്കൊരു ദൗത്യമുണ്ട്. ഈ കമ്പാഷൻ മിനിസ്ട്രിക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഇടയ്ക്ക് കയറി വരുന്ന വിഷയങ്ങൾക്ക് കൊയ്ത്തിനിടയെ എലിയെ പിടിക്കാൻ പോകാതെ ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സഭാ ശുശ്രൂഷകളെ, പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.